ഇന്ന് നമ്മൾ കോൾസായി ലേക്കിലേക്കാണ് കേട്ടോ നമ്മുടെ യാത്ര. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 4.5 മണിക്കൂർ യാത്ര ദൂരമുണ്ട് കേട്ടോ ഈ കോൾസായി ലേക്കിലേക്ക്. നമ്മൾ സാറ്റി വില്ലേജിൽ കൂടിയാണ് കോൾസായി ലേക്കിലേക്ക് പോകുന്നത്. ഇതൊരു ശാന്തമായ ചെറിയ ഗ്രാമമാണ്. ഇവിടുത്തെ ജനങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ഇവരുടെ. നിങ്ങളൊരു ഹോം സ്റ്റേ എക്സ്പീരിയൻസ് ആണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സാറ്റി വില്ലേജ് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ഒക്കെ അവൈലബിൾ ആണ്. സിറ്റിയിൽ കാണാൻ കഴിയാത്ത കസാക്കിൻ്റെ റിയൽ സോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ സാറ്റി വില്ലേജിലാണ്. ഞങ്ങളതേ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കോൾസായി ലേക്കിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ലേക്കിലേക്ക് പോകാൻ പല ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് നടന്ന് പോകാം, ടാക്സി അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഹോഴ്സ് റൈഡാണ്. അപ്പോൾ കുതിര സവാരി ചെയ്തുകൊണ്ടാണ് നമ്മൾ ലേക്ക് കാണാൻ പോകുന്നത് കേട്ടോ. ഹോഴ്സ് റൈഡാണ് ഇവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ എക്സ്പീരിയൻസ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മസ്റ്റായിട്ട് ഹോഴ്സ് റൈഡ് ട്രൈ ചെയ്യണം. ഈ സ്നോയിലൂടെ കുതിരപ്പുറത്തിരുന്ന് ലേക്കിലേക്ക് പോകുന്ന ഒരു ഫീലുണ്ട് എൻ്റെ മോനെ. ഓഫ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കസാക്ക് കൾച്ചറിൽ കുതിരക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ കോൾസായിലെ ഈ ഒരു ഹോഴ്സ് റൈഡ് ഒരു ആക്ടിവിറ്റി മാത്രമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്, ഇവിടുത്തെ ഒരു കൾച്ചറൽ എക്സ്പീരിയൻസും എൻജോയ് ചെയ്യാണ്. കുതിര നല്ല സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. കുതിര ഓടാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് പേടിയാവും. സ്റ്റോപ്പ്. ഇത് ഫ്രണ്ടിലാണ് ഗൈഡിൻ്റെ കുതിര പോകുന്നത്. നമുക്ക് 4 പേർക്കും കൂടി ഒരു ഗൈഡാണ്. അങ്ങനെ 5 കുതിരയും ഒറ്റ ഇതിൽ കണക്ട് ചെയ്തിട്ടാണ് ഫ്രണ്ടിലത്തെ കുതിരയമ്മ ഗൈഡ് ഇതേപോലെ റോപ്പ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കുതിരയമ്മ. അപ്പോൾ ഫ്രണ്ടിലത്തെ ആളാണ് നമുക്ക് ഗൈഡ് ചെയ്യുന്നത്. അതുപോലെയാണ്, പറയാൻ പറ്റുന്നില്ല, അത്രക്കും തണുപ്പാണ് ഇവിടെ. തൊണ്ടയിലെ വെള്ളമൊക്കെ പറ്റി നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ കസാക്കിസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണ് ഇവിടുത്തെ മഞ്ഞുമലക്കയുടെ ഇടയിൽ കൂടെയുള്ള ഒരു ഹോഴ്സ് റൈഡ്. ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. നമ്മൾ ഹോഴ്സ് റൈഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കയറ്റം കയറുമ്പോൾ നമ്മൾ പരമാവധി നമ്മൾ ഇതുപോലെ മുമ്പോട്ടിരിക്കുക, അതുപോലെ തന്നെ നമ്മൾ ഇറക്കിറങ്ങുമ്പോൾ അതുപോലെ തന്നെ ബാക്കോട്ടിരിക്കാം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ സുഖമാണ്. ഞങ്ങൾ ബിഗിനേഴ്സാണ്, ഞങ്ങൾ ആദ്യമായിട്ടാണ് കയറുന്നത്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒരു വ്യൂ പോയിന്റിൽ നിർത്തി തരും കേട്ടോ ഇവർ. ഇതേ വാട്ടർഫോൾസ് ആയപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഗൈഡ് ഇതേ ആദ്യം ഇറങ്ങി, അത് കഴിഞ്ഞ് ഓരോരുത്തർ ഇറങ്ങിത്തരും. നമുക്ക് സുഖമായിട്ട് ഇറങ്ങാം. നമുക്ക് ഇറങ്ങാനുള്ള ഇതൊക്കെ കുതിരയുമ്പോൾ തന്നെ ഉണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്ത് ഇറങ്ങാം. അതിനുള്ള അവരുടെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ അടിപൊളിയാണ്. ഇത് നമുക്ക് സേഫായിട്ട് ഇരിക്കാൻ, നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ട്, നമുക്ക് കറക്റ്റ് സേഫായിട്ട് ഇരിക്കാം. ഇതാണ് വാട്ടർഫോൾസ്. നല്ല തണുത്ത വെള്ളമാണ്, കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് ആ വെള്ളം അതിൻ്റെ നടുവിലൊക്കെ നല്ലപോലെ ഐസായിട്ട് ഹാർഡായി എടുക്കുന്നുണ്ട്. നല്ലപോലെ കുതിരയുടെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പോലെ കയറ്റം രക്ഷയില്ല, സീനാണ് കയറ്റം. ഞങ്ങൾ കോൾസായി ലേക്കിൽ എത്തിയിട്ടുണ്ട്. നമുക്കൊരു 10-15 മിനിറ്റ് നമുക്കിവിടെ ഈ വ്യൂ കാണാൻ, ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ, ഡ്രോൺ ഷൂട്ട് ചെയ്യാനൊക്കെ നടന്നു വരാനുള്ള നമുക്ക് അതിനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. നമുക്ക് ലേക്ക് പേൾസ് ഓഫ് ദ നോർത്തേൺ ടൈൻഷാൻ എന്ന പേരിലാണ് ഈ കോൾസായി ലേക്ക് അറിയപ്പെടുന്നത്. ടൈൻഷാൻ മൗണ്ടൻ്റെ ഇടയിൽ നിന്ന് ഏകദേശം 2800 മീറ്റർ ഉയരത്തിലാണ് ഈ ലേക്ക്. കോൾസായി ലേക്കിലെ വെള്ളം ക്രിസ്റ്റലി ക്ലിയർ ആണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ സ്നോ മെൽറ്റ് ആയതുകൊണ്ട് ഫുള്ള് ഫ്രീസായി കിടക്കുകയാണ്, എല്ലായിടത്തും ഫില്ലായിട്ട് കിടക്കുകയാണ്. പക്ഷേ സമ്മറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോൾസായി ലേക്കിലെ ഈ ക്രിസ്റ്റലി ക്ലിയർ ആയിട്ടുള്ള വെള്ളം കാണണമെങ്കിൽ നിങ്ങൾ സമ്മറിൽ വരണം. സമ്മറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഗ്രീനറി ആംബിയൻസ് ഒക്കെ നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാ സീസണിലും കോൾസായി ഒരു ഡിഫറെൻറ്റ് ബ്യൂട്ടിയാണ് കേട്ടോ. ഈ ഫ്രീസായിട്ടുള്ള ലേക്ക് കാണാൻ തന്നെ വേറൊരു വൈബാണ് കേട്ടോ. ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക് പോലും കുറവാണ്. ശരിക്കും നാച്ചറിനോട് കണക്ട് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആണ് കേട്ടത്. ഹൈക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ നമുക്ക് കസാക്ക് ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട്. അവിടുത്തെ കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് ട്രഡീഷണൽ ഫോട്ടോസ് എടുക്കാം. ഒരു ഫോട്ടോക്ക് അവർ 4000 ടെങ്കയാണ്
ചാർജ് ആക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയ ലോക്കൽ കഫറ്റീരിയാസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല കസാക്കി സ്പെഷ്യൽ ചൂട് ചായയും സ്നാക്സ് ഒക്കെ ഇവിടെ കിട്ടും. Samsu chicken cheese. Oh, Bread potatoes. Like Bread with potatoes. potatoes. okay. Horse milk. Okay, horse milk. അപ്പോൾ ഇതൊക്കെയാണ് കോൾസായിലേക്കുള്ള കാഴ്ചകൾ. നിങ്ങൾക്ക് സാറ്റി വില്ലേജിൽ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഉണ്ട്, അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ സാറ്റി വില്ലേജിൽ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് അവിടുത്തെ സ്റ്റേ ചെയ്യുന്ന ലൊക്കേഷനും അവിടുത്തെ കോൺടാക്ട്സ് നമ്പറൊക്കെ ഷെയർ ചെയ്യാം.